Hi guys, this is Ashish. സോ ഞാൻ അവിനാഷ്. ദിസ് Yes. ഇസ് ബാക്ക് വിത്ത് അനദർ വീഡിയോ. നമ്മൾ ഡി കമ്പനി We are D Company. വി ആർ ഡി കമ്പനി. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന മദ്രാസിയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. Yes, കുറേ official trailer. വെയിറ്റിംഗ് ആയിട്ട് ഇറങ്ങിയ ഒരു ട്രെയിലറാണത്. നമ്മൾ ഓൾറെഡി പ്രമോ സോങ് റിയാക്ട് ചെയ്തതാണ്. ഓൾസോ പ്രൊമോ ചെയ്തിട്ടുണ്ട്. പിന്നെ അടിപൊളി ഡാൻസ് ഒക്കെ ആയിരുന്നു. വിഷയമായിരുന്നു, അടിപൊളിയായിരുന്നു, അടിപൊളി സാധനമായിരുന്നു വിഷയം. ബൈ ദ വേ നമ്മളങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. താങ്ക് യു താങ്ക് യു എവരിവൺ. അപ്പോൾ ഇനി സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ നമ്മുടെ റിയാക്ഷൻസ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാണ്. സോ നമ്മൾ അധികം ലാഗ് അടിപ്പിക്കുന്നില്ല. ദിസ് ഇസ് മദ്രാസി മൂവി. Okay, starring Shivakarthikeyan, Rukmini, Vidyut Vidyut Jamal, Jamal and A.R. Murugado's direction, Anirudh music by Anirudh. Okay, so നമ്മൾ ലാഗ് അടുപ്പിക്കുന്നില്ല. Let's get into the video, okay? video. உன்னை போல் பிறரை நேசி, எல்லாரையும் உன் குடும்பமா நினை. இதுதான் எல்லா ரிலிஜனும் எல்லா கடவுளும் சொல்றாங்க. I am so excited. Oh, nice. മോനെ. ഓ ഇവിടെ தமிழ்நாட்டுக்கு 6 கார்கோ ட்ரக்ஸ் ஃபுல்லா லோக்கல் மீடி லீகல் கன்ஸ் வந்துட்டு இருக்கு. ஸ்டேட் பார்டர்ல இருந்து Zoomano. ഇജ്മീൻ പോലീസ് ആയിട്ടാ. That was clean shot. அவன் உடம்புக்கு ஒண்ணும் இல்லம்மா, மூளைதான். அவன் ஒண்ணு நினைச்சிட்டான்னா அதை முடிக்கிறதுக்கு எந்த எக்ஸ்ட்ரீமுக்கு வேணாலும் போவான். Nice. Ooh, a scene for Vidyut Jamal. Getting into Tamil Nadu is not easy. ആക്ഷൻ മൂവി ആയിരിക്കൂലേ அந்த மாலத்திய துண்டு துண்டா வெட்டி செதைச்சிருவேன். ഇത്? മറ്റേ കൊച്ചക്കത്ത് വന്നവനാ. വിഷയം. முடிஞ்சா தொடரா. ഓ ഇതായിരിക്കും ചിലപ്പോ അല്ല ഇതായിരിക്കും ചിലപ്പോ അവന്റെ ഡയലോഗ് ഇനി പോലെ മൂവിയിലെ. Nice. കിട്ടലും പടം Full action. ഫുൾ ആക്ഷൻ പാക്ഡ് അല്ലേ. துப்பாக்கி அவன் கையில இருந்தாலும் வில்லன் நான் தான்டா. Nice. இது என் ஊரு சார், நானும் கூட நிப்பேன். സെപ്റ്റംബർ 5th പോകണ്ടേ? ഇതെന്നാളാ അടിപൊളി വിഷയം പടം. വിഷയ സാധനം പൊളിക്കും. അത് മറ്റേ ഡയലോഗ് ഇല്ലേ, തുപ്പാക്കി അവൻ കയ്യിലിരുന്നാലും അടിപൊളി സാധനം. ആക്ഷൻ വൈസ് ആക്ഷൻ കാരണം വിദ്യുത് ജമാലിനെ കൊണ്ടുവന്നിട്ട് അതിനനുസരിച്ച് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഫണ്ട്. പക്കാ എന്ന് വെച്ച് കഴിഞ്ഞാല് മൂപ്പര് വന്നേക്കുന്ന ഒന്ന് തുപ്പാക്കി വന്നിട്ടുണ്ട്, പിന്നെ ഇപ്പൊ മദ്രാസി, പിന്നെ അഞ്ചാനിൽ നൈസ് ആയിരുന്നു. പക്ഷെ പുള്ളിക്കാരനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു ആക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ബിക്കോസ് എനിക്കത് ഇതിനകത്തും തോന്നിയിട്ടില്ല. തുപ്പാക്കിക്കകത്ത് അത്ര ആക്ഷൻ പുള്ളി പിടിച്ചിട്ടില്ല അല്ലേ. തുപ്പാക്കിക്കകത്ത് കുറച്ചുകൂടെ എന്താ പറയാ എന്ന് വെച്ചാൽ ആ ഒരു ഫേസ് ടു ഫേസ് സീൻ ലാസ്റ്റില് അവര് പക്ഷെ ഹീറോ ആൻഡ് വില്ലൻ ഫുൾ പക്ഷെ നൈസ് കേട്ടോ. ഇതിനകത്ത് ആക്ഷൻ കൊടുത്തിട്ടുണ്ടോ? ആക്ഷൻ കൊടുത്തിട്ടില്ലല്ലോ. ആക്ഷൻ ആക്ഷൻ ഉണ്ട്. കെവിൻ കുമാർ ന്യൂ ഫേസ് ആണ്, പക്ഷെ നന്നായിട്ടുണ്ട് ആക്ഷൻ ഒക്കെ. ആ സീൻസ് ഒക്കെ അവൻ സ്ലൈഡ് ചെയ്ത് വരുന്നത് ജയിലിലാണോ അത്? ബിജു മേനോ നൈസ്. ബിജു മേനോ ഞാൻ പറയട്ടെ, കുറെ ന്യൂ ഫേസസ് അല്ല, കുറെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്. അവരെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ കൂലിക്കകത്ത് നമ്മുടെ ബാബുരാജിനെ കൊണ്ടുവന്നു, പക്ഷെ അത് ഇത്ര റോള് കൊടുത്തിരുന്നില്ല. പക്ഷെ അവരൊക്കെ പൊട്ടൻഷ്യൽ ആക്ടേഴ്സ് ആണ്. എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണ് ബിജു മേനോൻ. അവരൊക്കെ അങ്ങനത്തെ കുറെ പേരുണ്ട്. ലൈക്ക് ഈവൻ തമിഴിലുണ്ട്, കന്നഡയിലുണ്ട്, എല്ലാത്തിലും ഉണ്ട് പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാർ. പക്ഷെ അത്ര അറിയില്ല അവർക്ക്. അവർക്കൊരു മാസ് ഒരു ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി സക്സസ്ഫുൾ ആവും. തീർച്ചയായും. ഫോർ എക്സാമ്പിൾ സൗബിന് കൊടുത്തൊരു റോള്
സൗബിനെ മലയാളീസ് മലയാളീസ് ആരും വിചാരിച്ചില്ല സൗബിനെ കൊണ്ട് അങ്ങനെ അഭിനയിക്കാൻ പറ്റുമെന്ന്. കാരണം അങ്ങനത്തെ ഒരു ക്യാരക്ടർ നമ്മൾ ഒരു ഡയറക്ടറിന്റെ ഒരു കഴിവാണ് അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച് അവർക്കത് അത് കൊടുക്കുന്നത്. അതാണ് ഇറ്റ്സ് ആക്ച്വലി നൈസ്. ബിജു മേനോൻ സർ ഈസ് ആക്ച്വലി ഇൻ ദിസ് മൂവി. അടിപൊളിയായിട്ടുണ്ട്. ശിവകാർത്തികന്റെ അടിപൊളിയുടെ ഫസ്റ്റ് ആ പ്രൊമോ സോങ് കണ്ടപ്പം വി തോട്ട് ഇറ്റ് ഈസ് എ ലവ് ആൻഡ് നമ്മുടെ ഒരു മറ്റേ മൂവി പോലെ റെമോ പോലെ ആ ഒരു രീതിയിലല്ല, പക്ഷെ ആ ഒരു ടൈപ്പ് ഓഫ് മൂവി ആയിരിക്കും ഞാൻ വിചാരിച്ചു. ലവ് ആൻഡ് കാം റിലാക്സ്ഡ്. പക്ഷെ ഇത് ഫുൾ ആക്ഷൻ അടിപൊളി. സാറിന്റെ പടങ്ങളെല്ലാം പക്ക ആക്ഷനാ. ഇതേന്നറിയോ നമ്മുടെ ദർബാർ അറിയോ നിനക്ക്? ദർബാർ അറിയാം, രജനികാന്ത്. സിക്കന്ദർ അത് അങ്ങനെ കുറെ. ഇപ്പം ഈ പറഞ്ഞ തുപ്പാക്കി. പക്ഷെ എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ ഹിന്ദി പോകുന്നതിനെക്കാട്ടിലും കൂടുതൽ പുള്ളിക്ക് തമിഴിൽ ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി. സോ എനിവേ നമുക്ക് September 5 we'll definitely watch the movie and we'll give you a review. We hope it is a good. September 5th വേറെ ഏതെങ്കിലും മൂവി ഉണ്ടോ? September 5th കുറേ ഉണ്ട് ആക്ച്വലി. ഇപ്പം ഒരുപാടുണ്ട്. നമ്മളിപ്പോൾ ഈ റിയാക്ഷൻ തുടങ്ങിയത് സ്റ്റാർട്ടിങ് ഫ്രം ദിസ് നെക്സ്റ്റ് വീക്ക് ഓൺവേഴ്സ് വി ഹാവ് ഫുള്ളി പാക്ഡ് ഫോർ മൂവീസ് എവറി 2-3 days. സോ until then അടുത്ത വീഡിയോയിൽ കാണാം. സോ ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ യുവർ ലവ്. Yes. ബൈ. Bye.